വേദഭാഗത്ത് നിന്നാണ് നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ഇന്ന് പ്രഭാതത്തിൽ ഒരു പ്രധാനപ്പെട്ടതാകുന്ന ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എഫെസ്യ ലേഖനത്തെക്കുറിച്ചും ഒക്കെയുള്ള പശ്ചാത്തലം ഒന്നും പറഞ്ഞ സമയം ദീർഘിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇത്രമാത്രം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ലഭിച്ച അറിവനുസരിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമിൽ കൈസറിന്റെ മുൻപാകെ തൻ്റെ ആ ട്രയലിന് വേണ്ടി കാത്ത് നിൽക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുന്ന താൻ വീട്ടു തടങ്കലിൽ ആയിരുന്ന സന്ദർഭത്തിൽ എഴുതിയ പ്രധാനപ്പെട്ട 4 ലേഖനങ്ങളുണ്ട്. ആ 4 ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് കരാഗ്രഹ ലേഖനങ്ങളെന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്ന. ഇത് പൗലോസിന്റെ ആ ഫൈനൽ ഇംപ്രിസൺമെന്റ് അല്ല, തിമോത്തിയോസിന്റെ 2ാമത്തെ ലേഖനം എഴുതുന്ന ആ സന്ദർഭം അല്ല എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയട്ടെ. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലോമോന്റെ ലേഖനം, ഈ 4 ലേഖനങ്ങൾ എഴുതുന്ന സന്ദർഭമാണ് അപ്പോസ്തല പ്രവൃത്തി 28-ാമത്തെ അധ്യായം അതിൻ്റെ അവസാന ഭാഗങ്ങൾ എന്നുള്ളത് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. എനിവേ, ആ പ്രത്യേക സന്ദർഭത്തില് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ വലിയ രക്ഷാ പദ്ധതിയെ കുറിച്ച് താന് ധ്യാനിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തനിക്ക് നൽകുന്ന ആ വലിയ പ്രകാശനമാണ് താൻ ഇവിടെ നൽകുന്നത്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചിന്തിപ്പാൻ പോകുന്നത് എഫേസ്യ ലേഖനം 2ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആ വേദഭാഗം മുഴുവനായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. പക്ഷെങ്കിൽ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ പ്രാരംഭ വേദഭാഗം മാത്രം ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയും ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ചിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. എഫേസ്യ ലേഖനം 2ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായി. 4ാമത്തെ വാക്യം, കരുണാസമ്പന്നനാകുന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. താഴോട്ട് ഞാൻ വായിക്കുന്നില്ല. ഈ വേദഭാഗം എന്നുള്ളത് പൗലോസിന്റെ ദീർഘമാകുന്ന തൻ്റെ 1ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പ്രൈസ് ആൻഡ് പ്രയർ സെക്ഷന്റെ ഒരു എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ അല്പം കൂടെ അതുമായിട്ട് ചേർത്ത് വെച്ച് മുൻപോട്ടുള്ള ഒരു വേദഭാഗമാണ്. 1ാമത്തെ അധ്യായത്തിൽ പൗലോസ് ആരംഭിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മളെ യേശുക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് 1ാമത്തെ അധ്യായം താൻ ആരംഭിക്കുന്നത്. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തെ കുറിച്ച് പൗലോസ് വിശദീകരിക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്ന് താൻ പറയുന്നുണ്ട്. അത് പിതാവിങ്കൽ നിന്നും ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്,
വിശേഷിച്ച് അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 14 വരെയുള്ള 1-ാം അധ്യായം, അതിൻ്റെ 3 മുതൽ 14 വരെയുള്ള വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇൻ ക്രൈസ്റ്റ്, അവനിൽ, തനിക്ക് പ്രിയനായവനിൽ എന്നൊക്കെയുള്ള പദം ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പിതാവാകുന്ന ദൈവം ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിനാൽ, കാരണം ആ അനുഗ്രഹത്തെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദം ആത്മീക അനുഗ്രഹങ്ങൾ, ഫ്രം ദ സ്പിരിറ്റ്, പിതാവിൽ നിന്ന് പുത്രനിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹത്തെ കുറിച്ച് ഓർത്തിട്ട് താൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ അനുഗ്രഹത്തെ കുറിച്ച് തുടർന്ന് താൻ വിശദീകരിക്കുന്നുണ്ട്. അത് ലോകസ്ഥാപനത്തിന്റെ മുൻപേ നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. 6-7 വാക്യത്തിലേക്ക് വരുമ്പോൾ, തനിക്ക് പ്രിയനായവനിൽ നമ്മളെ ദത്തെടുത്തു, അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ നമ്മളെ തെരഞ്ഞെടുത്തത് ഇപ്പോഴല്ല, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, നമ്മൾ ജനിക്കുന്നതിന് മുൻപ്, കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുൻപ്, even before anything was created, God had a definite plan in place that concerned us and his son. Even before the Lord came to this earth in the human form, മനുഷ്യ വേഷത്തിൽ ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപേ യേശു ക്രിസ്തുവിൽ നമ്മെ പിതാവാകുന്ന ദൈവം തെരഞ്ഞെടുത്തിട്ട് നമ്മൾ വായിക്കുന്നു, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ദത്തെടുത്തു, അഡോപ്റ്റ് ചെയ്തു, ദൈവത്തിന്റെ ഫാമിലിയിലേക്ക് നമ്മളെ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഇലക്ഷൻ, അഡോപ്ഷൻ, മൂന്നാമതായിട്ട് നമ്മൾ താഴോട്ട് വായിക്കുന്നു, ഇതെല്ലാം തന്നെ, all these things, God had done all these things according to the counsel of his will. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും നിവർത്തിക്കുന്നവൻ. അപ്പോൾ ദൈവം ഇതെല്ലാം ചെയ്തത് തന്റെ ഹിതത്തിന്റെ, God pleased to do so. No other explanation is given. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു എക്സ്പ്ലനേഷനും തരുന്നില്ല. തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ മുൻനിർണയത്തെ കുറിച്ചോ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ, it doesn't dispel all the mysteries of predestination or election. So be careful if anybody trying to disseminate, ആരെങ്കിലും അത് ഇന്നതുകൊണ്ടാണ് എന്ന് പറയുന്നെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അല്പം let us take it with a pinch of salt. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പക്ഷെ ഒരു കാര്യം മാത്രം പറയുന്നുണ്ട്, സ്നേഹത്തിൽ നമ്മളെ മുൻനിർത്തിച്ചു. ഇതിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട് വേദപുസ്തകം പറയുന്ന ഒറ്റ ഒരു റീസണേ ഉള്ളൂ, ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ് ലവ്. ദൈവത്തിന്റെ സ്നേഹമാണ് അതിന് കാരണം. അത്രയേ പറയുന്നുള്ളൂ. എന്നിട്ട് താഴോട്ട് പറഞ്ഞു വരുമ്പോൾ 10 മുതലുള്ള വാക്യങ്ങളിൽ ഇതെല്ലാം ദൈവം ചെയ്തത് എന്തിനാ? ഫോർ ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി. അവന്റെ കൃപയുടെ മഹത്വത്തിന്, അല്ലെ അതിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. അത് കാലസമ്പൂർണതയിലെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രിതിങ് ഈസ് ഇൻ കൺട്രോൾ. ദൈവത്തിന്റെ കരങ്ങളിൽ, ദൈവത്തിന്റെ സോവറൻ കൺട്രോളിൽ സകലത്തെയും നിയന്ത്രിക്കുക, ഇൻക്ലൂഡിംഗ് ദ കൊറോണ വൈറസ്. God is in control. God is in control and he knows what he is doing now. Everything എല്ലാ കാര്യവും ആ ഗോളിലേക്കാണ് പോകുന്നത്. And ultimately everything will be for the praise of his glorious grace.
അതാണ് പോൾ നൽകുന്ന ആ വലിയ വിഷൻ. അത് പറഞ്ഞു വന്നിട്ട് അടുത്ത പാർട്ടിലേക്ക് വരുമ്പോൾ ഇത് മനസ്സിലാകാൻ വേണ്ടി അത് നിമിത്തം എന്ന് പറഞ്ഞ 15-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. അത് നിമിത്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് യു മേ നോ, നിങ്ങൾ അറിയേണ്ടതിന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ. അപ്പോ ഇതറിയണമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കാത്തിടത്തോളം കാലം ദൈവം ചെയ്ത പ്രവൃത്തിയുടെ മഹത്വത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല. അതുകൊണ്ടാണ് പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കുകയാ, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ചിട്ട് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തന്നിട്ട് അവന്റെ വെളിയാലുള്ള ആശയിന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയണം. It is not that Paul is praying that they may have something else, because ദൈവം അവരെ അല്ലെങ്കിൽ നമ്മെ already, when if one is truly saved, if one is truly born again, വീണ്ടും ജനിച്ചെങ്കിൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അതിനോട് നന്ദിയുള്ളവരായി ദൈവം നമുക്ക് ഇവിടെ ശേഷിപ്പിച്ചിരിക്കുന്ന ജീവിതം ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പത്തെ കുറിച്ച് പൗൾ പറയുമ്പോൾ താഴോട്ട് പറയുകയാണ്, ആ ശക്തി വലിയ ശക്തിയാ, മനുഷ്യന്റെ കൺട്രോളിന്റെ അപ്പുറമുള്ള ശക്തിയാ, മനുഷ്യന് കഴിയാത്ത ഒരു കാര്യമാണ് ദൈവം ചെയ്തത്. എന്താണ്? അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പോൾ ദൈവശക്തിയെ ഇലുസ്ട്രേറ്റ് ചെയ്യുവാൻ പോൾ ഉപയോഗിക്കുന്ന പദം അല്ലെങ്കിൽ പോൾ ഉപയോഗിക്കുന്ന ഇലുസ്ട്രേഷൻ ക്രിസ്തുവിന്റെ ഉയർപ്പാണ്. അപ്പോൾ മനുഷ്യന് കഴിയാതെ ഇരിക്കുന്ന മരണത്തിൽ നിന്നും ക്രിസ്തുവിനെ ഉയർപ്പിക്കുന്നതാണ് ദൈവശക്തിയുടെ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പത്തെ ഉദാഹരിക്കുവാൻ പൗലോസ് ഉപയോഗിക്കുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പാണ്. ക്രിസ്തുവിന്റെ ഉയർപ്പാണ്. അത് പറഞ്ഞു വന്നിട്ട് 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ആസ്, അതായത് ക്രിസ്തുവിനെ ഉയർപ്പിച്ചു, സ്വർഗസ്ഥലങ്ങളിൽ ക്രിസ്തു ഇരിക്കുകയാണ്, സകലവും അവിടുത്തെ കാൽക്കീഴായിരിക്കുന്നു. ഒന്ന്, മരണത്തിൽ നിന്നുള്ള ഉയർപ്പ്, സകല ദുഷ്ടശക്തികളും ക്രിസ്തുവിന്റെ കാൽക്കീഴാകും. അതാണ് ദൈവശക്തി വ്യാപരിച്ചപ്പോൾ സംഭവിച്ചത്. അതാണ് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും. എന്നിട്ട് പൗലോസ് പറയുക, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ ദൈവശക്തി വ്യാപരിച്ചിട്ട് ക്രിസ്തുവിനെ മാത്രമല്ല ഉയർപ്പിച്ചത്, നിങ്ങളെയും ഉയർപ്പിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ വേദഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചും the resurrection of Christ and subjecting every evil under his feet, അതാണ് ദൈവശക്തിയെ കുറിച്ച് പൗലോസ് വിശദീകരിക്കുക. എന്നിട്ട് പറയുക, നിങ്ങളെ ഉയർപ്പിച്ചു. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ക്രിസ്തുവിനോടുള്ള ഐഡന്റിഫിക്കേഷൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നാം ക്രിസ്തുവിനോടൊപ്പം
മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തീയ ലൈഫിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. അപ്പാർട്ട് ഫ്രം ക്രൈസ്റ്റ് there is no hope. ക്രിസ്തുവിനെ കൂടാതെ ഒരു പ്രതീക്ഷയുമില്ല. That union with Christ, ക്രിസ്തുവിനോടുള്ള ആ ബന്ധം. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഫോർമുല ഏറ്റു പറയുന്നതല്ല വീണ്ടും ജനനം. എന്തെങ്കിലും ക്രിയകൾ ചെയ്യുന്നതുമല്ല ക്രിസ്തീയ ജീവിതം. ഏതെങ്കിലും സമയത്ത് ഒരു സാക്ഷ്യം പൊതുവായി പറഞ്ഞതല്ല വീണ്ടും ജനനം. വീണ്ടും ജനനം എന്നുള്ളത് it is nothing but a resurrection from death. മരണത്തിൽ നിന്നുള്ള ഉയർപ്പാണ് വീണ്ടും ജനനം. nothing less than that. അത് കുറഞ്ഞ ഒന്നല്ല വീണ്ടും ജനനം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം, ലൈഫ് ബിക്കംസ് എ വർഷിപ്പ്. ജീവിതം തന്നെ ആരാധനയായി തീരുന്നത് ഇതിനെ ധ്യാനിക്കുമ്പോഴാണ്. കാരണം ഇതൊന്നും എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ലായിരുന്നു. ഞാൻ മരിച്ചവനായിരുന്നപ്പോ കർത്താവ് എന്നോട് കരുണ തോന്നി. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ എന്ന് താഴോട്ട് വായിക്കുന്നത്. ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിച്ച് ക്രിസ്തുവിനോടൊപ്പം സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ ഇറ്റ് ഈസ് ബീയിങ് യുണൈറ്റഡ് ടു ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അത് താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൽ പ്രവൃത്തികളുടെ സ്ഥാനം നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഇറ്റ് ഹാപ്പൻസ് ആസ് എ റിസൾട്ട് ഓഫ് ദ റീക്രിയേഷൻ. അതാണ് താഴോട്ട് നമ്മൾ വായിക്കുന്നത്. നമ്മെ ക്രിസ്തുയേശുവിൽ സൃഷ്ടിച്ചെന്നാണ് വായിക്കുന്നത്. ആസ് എ റീക്രിയേഷൻ. ദൈവമാണ് അത് ചെയ്യുന്നത്. ദൈവം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം ചെയ്യുന്നതിന്റെ നമ്മള് ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പീസ് ആണെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഒരു മനോഹരമാകുന്ന ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു സൃഷ്ടി അല്ലെ ഒരു ശില്പം, ഒരു മ്യൂസിയത്തിൽ പോയി നമ്മൾ ആദ്യം ഇത് കാണുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇതാരാണ് ഇത് വരച്ചതെന്ന്. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത മറ്റൊന്നുമല്ല, ഹൂ ഈസ് ദ പെയിന്റർ, അല്ലെ ആരാണ് ഈ ശില്പി. മനോഹരമാകുന്ന ഒരു ചിത്രം, മനോഹരമാകുന്ന ഒരു ശില്പം കാണുമ്പോൾ അത് ആസ്വദിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഒന്നാമത്തെ ചിന്ത, ആരായിതുണ്ടാക്കിയത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതവും അത് തന്നെയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഫലം എന്നുള്ളത് നമ്മുടെ മെറിറ്റ് അല്ല, നേരെ മറിച്ച് ഫലം. അതുകൊണ്ടാണ് ഇതിന്റെ സകല മഹത്വവും കർത്താവിനാണ്. ദൈവം നമ്മിൽ മഹത്വപ്പെടണം, അതാ ക്രിസ്തീയ ജീവിതം. ആകട്ടെ, ഞാൻ പെട്ടെന്ന് മടങ്ങി വരട്ടെ. നമ്മള് വായിച്ച വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ ഓർപ്പിക്കാം. ഈ 1 മുതൽ 10 വരെയുള്ള 2-ാമത്തെ അധ്യായത്തിലെ ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ 2 പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്ന് മാത്രമേ ഇന്ന് നമുക്കിന്ന് പറയാൻ സമയമുള്ളൂ. ആ ഒന്ന് തന്നെ മുഴുവൻ വിശദീകരിക്കാൻ സമയമില്ല, എങ്കിലും പെട്ടെന്ന് ഞാൻ പറയാം. 2 കാര്യങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ആ വേദഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന്റെ ഒരു നീറ്റ് ഡിവിഷൻ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. 1 മുതൽ 3 വരെയുള്ള ആ വേദഭാഗം, വാട്ട് ഈസ് മാൻ ബൈ നേച്ചർ.
പ്രകൃതിയ ബൈ നേച്ചർ എല്ലാ മനുഷ്യരും, all human being without exception, സകല മനുഷ്യരും പ്രകൃതിയ അവരെന്താകുന്നു എന്നുള്ളത്. ഇനി ഞാൻ ഒന്നുകൂടെ വിശദമാക്കാം. ഈ 3 വാക്യങ്ങൾ സത്യത്തിൽ റോമാലേഖനം 1, 2, 3 അധ്യായങ്ങളുടെ ഒരു കണ്ടൻസ്ഡ് ഫോം. റോമാലേഖനം 1, 2, 3 അധ്യായങ്ങളെ ഒന്ന് കണ്ടൻസ് ചെയ്ത് 3 വാക്യങ്ങളിൽ ഒതുക്കിയാൽ എങ്ങനെ ഇരിക്കുമോ അതാണ് സത്യത്തിൽ ഈ 3 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം മറക്കരുത്. റോമാലേഖനം 1, 2, 3 അധ്യായങ്ങളുടെ ഒരു കണ്ടൻസ്ഡ് ഫോം. അവിടെ എന്താ നമ്മൾ കാണുന്നത്? ഇവിടെ നമ്മൾ കാണുന്നത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പാഗൻ വേൾഡ്, വിഗ്രഹ ആരാധികളായിരിക്കുന്ന അല്ലെങ്കിൽ പാഗനായിരിക്കുന്ന അവരുടെ അവസ്ഥയെ കുറിച്ച് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിൽ പാഗൻ അല്ല, പക്ഷെങ്കിൽ ക്രിട്ടിക്കൽ മോറലൈസേഴ്സ് എന്ന് തിയോളജിയൻസ് വിളിക്കുന്ന അവരുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതിന്റെ ശേഷം യഹൂദന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. എന്നിട്ട് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 3:23 ഒരു വ്യത്യാസവുമില്ല, എല്ലാ മനുഷ്യരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആ 3 അധ്യായങ്ങളുടെ ഒരു ചുരുങ്ങിയ അവസ്ഥയാണ് ഈ 3 വാക്യങ്ങൾ. ഇവിടെ നമ്മൾ ഈ 3 വാക്യങ്ങളിൽ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ആരാണ്, അല്ലെങ്കിൽ അവൻ എന്താണ് എന്നുള്ളതാണ് വിശദീകരിച്ചത്. അപ്പൊ ഞാനിത് പറയുന്നത് നിങ്ങൾ ചിന്തിക്കരുത് സഭയിൽ എന്തിനാ ഇത് പറയുന്നേ. സഭയിലാണ് ഇത് പറയേണ്ടത്. സഭയിൽ പറഞ്ഞാലേ ഇത് കുറഞ്ഞ പക്ഷം മനസ്സിലാകുമെങ്കിലുള്ളൂ. അല്ലാത്തവരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്ത് പോലുമില്ല. അപ്പൊ സഭയിൽ ഇത് പറയുമ്പോൾ if a person is truly born again, he will തന്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം ഉണ്ടാകും. കാരണം ദൈവം ചെയ്ത ആ വലിയ കരുണയെ കുറിച്ച് ഓർക്കുമ്പോഴേ ദൈവത്തോടുള്ള നന്ദിയാൽ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാനുള്ള ഒരു ഇൻസെന്റീവായിട്ട് ഇത് തീരും. മാത്രമല്ല, അല്ലാതെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അവരവരെ തന്നെ ഒന്ന് പരിശോധിക്കാനുള്ള സമയമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സുവിശേഷമാണ് എപ്പോഴും സഭയെ പ്രസംഗിക്കേണ്ടത്. സുവിശേഷം എന്ന് പറയുമ്പോൾ ഗോസ്പലാണ്, ലേഖനങ്ങളെല്ലാം ഗോസ്പലാണ്. അപ്പൊ അത് ട്രൂ ഗോസ്പലാണ് സഭയെ പ്രസംഗിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്. പോളും എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇത് നമുക്ക് അല്പം കൂടെ ഒന്ന് വിശദമായിട്ട് ചിന്തിക്കാം നമ്മുടെ തുടർന്നുള്ള സമയത്തിന്റെ പരിമിതിയിൽ. ഒന്നാമതായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രകൃതിയാ മനുഷ്യൻ എന്താണ്, പിന്നെ കൃപയാൽ മനുഷ്യൻ എന്തായിത്തീരും. അതാണ് 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 3 വരെ പ്രകൃതിയ മനുഷ്യൻ എന്താണെന്നും 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവകൃപയ്ക്ക് അവനെ എന്താക്കി തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് വിശദീകരണ. ഗ്രേസ്, കൃപ എന്താണ് ഒരു മനുഷ്യനിൽ ചെയ്യുന്നത്, ആ കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ പൗലോസ് പറയുന്ന കാര്യം, ഒന്ന്, നമ്മൾ മരിച്ചവരായി. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പോൾ പറയുന്നത് എല്ലാ മനുഷ്യരെ കുറിച്ചാണ്. ഏതിലാണ് മനുഷ്യൻ മരിച്ചിരിക്കുന്നത്? രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ
എന്തിലാവും മരിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാകുന്ന നിങ്ങൾ. രണ്ട് കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ഒന്ന് അതിക്രമം, മറ്റൊന്ന് പാപം. എന്താണ് അതിക്രമവും പാപവും? അതിക്രമം എന്ന് പറഞ്ഞാൽ ഒരു നോൺ ബൗണ്ടറി, അതിനെ അതിക്രമിച്ച് കടക്കുന്നതിനാണ് അതിക്രമം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നടക്കാനായിട്ടൊരു പാത തന്നിട്ടുണ്ട്. ആ പാതയുടെ വരമ്പിന് പുറത്തേക്ക് പോയാൽ അതിന്റെ പേര് അതിക്രമം. അല്ലെങ്കിൽ നമ്മൾക്കറിയാമല്ലോ, ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നുള്ള ഒരു ബോർഡ് നമ്മൾ ചിലയിടത്ത് കാണാറുണ്ട്. അതിക്രമിച്ച് കടന്നു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും, ഈ വേലിക്ക് അപ്പുറത്തേക്ക് പോകരുത് എന്ന് നമ്മൾ വായിക്കാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അങ്ങോട്ട് കയറരുതെന്ന്. അപ്പൊ പൗലോസ് ദൈവത്തോടുള്ള മനുഷ്യന്റെ ശത്രുതയെ വിശേഷിപ്പിക്കാൻ രണ്ട് കാര്യങ്ങൾ. അവൻ മരിച്ചിരിക്കുന്നത് എവിടെ? ഒന്ന്, അതിക്രമങ്ങൾ. മനുഷ്യൻ ഒരിക്കലും അവന് നേരെ നടക്കാൻ പറ്റുകയില്ല. അവൻ ക്രിക്കഡാണ്, ഒരു വ്യത്യാസവും ഇല്ലെന്ന് അവരോസം പഠിപ്പിക്കുന്നു. എത്ര ചെറുപ്പം മുതലേ സഭയിൽ ജനിച്ചു വളർന്ന ഒരാളും അവൻ അതിക്രമത്തെ മരിച്ചവനാണെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്തേ പറ്റൂ. വേദപുസ്തകം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നേ. നമ്മൾ ചിന്തിക്കരുത് അല്ലാത്തത് കൊണ്ട്. ഇനി ഞാനൊരു കാര്യം പറയാം, ഇത് മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയാം? ഞാൻ അതിക്രമത്തിൽ മരിച്ചവനായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സത്യത്തിൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. വീണ്ടും ജനിച്ച് കഴിയുമ്പം മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അതാണ് അതിന്റെ സവിശേഷത. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. തോമസ് എ കെംപിസ് എന്ന് പറയുന്ന ആ മനുഷ്യനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹം മധ്യ കാലഘട്ടത്തിൽ ജർമ്മനിയിൽ, അതായത് 14-15 നൂറ്റാണ്ടിൽ ജനിച്ചു, 15-ാം നൂറ്റാണ്ടിൽ മരിച്ചു. ഒരു ക്രൈസ്തവ ശുശ്രൂഷകനായിരുന്നു അദ്ദേഹം, തോമസ് എ കെംപിസ്. അദ്ദേഹം എഴുതിയ മനോഹരമാകുന്ന ഒരു പുസ്തകമുണ്ട്. അത് ഇതാണ്: ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവാനുകരണം എന്നുള്ളൊരു പുസ്തകമുണ്ട്. ക്രിസ്തുവാനുകരണം എന്ന മലയാളത്തിൽ ഒരു ചെറിയ ബുക്ക്ലെറ്റ് ഉണ്ട്, പക്ഷെ അതല്ല അത്. എന്നാൽ ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, തോമസ് എ കെംപിസ് എഴുതിയ ഒരു ക്ലാസിക്കൽ, നല്ലൊരു സ്പിരിച്വൽ ക്ലാസിക്കാണ്. മനോഹരമാകുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ തോമസ് എ കെംപിസ് ഒരിക്കൽ ഒരു കുറ്റവാളിയെ തെരുവിലൂടെ പോലീസുകാര് അവനെ ശിക്ഷ നടത്തുന്ന സ്ഥലത്തേക്ക് അവനെ അന്ന് പരസ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അവന്റെ ഫൈനൽ ജേർണിയാണ്. ആ ഹീനമാകുന്ന ശിക്ഷ അല്ലെങ്കിൽ ഹീനമാകുന്ന കുറ്റം ചെയ്ത ആ മനുഷ്യനെ അവനെ ശിക്ഷിക്കാനായിട്ട് വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ തോമസ് എ കെംപിസ് അത് കണ്ടിട്ട്, ആ പുസ്തകത്തിലുണ്ട്, ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിലുണ്ട്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം: ബട്ട് ഫോർ ദ ഗ്രേസ് ഓഫ് ഗാഡ് there goes തോമസ് എ കെംപിസ്. ആ മനുഷ്യൻ പറഞ്ഞ ഇതാണ്: ദൈവത്തിന്റെ കൃപയില്ലായിരുന്നെങ്കിൽ അതാ പോകുന്നു തോമസ് എ കെംപിസ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ദൈവത്തിന്റെ കൃപ എന്നെ തേടി വന്നില്ലായിരുന്നെങ്കിൽ. അപ്പൊ ആ മനുഷ്യൻ ശിക്ഷയ്ക്ക് വേണ്ടി പോകുക, അവന് ഏറ്റവും വലിയൊരു ഹീനമാകുന്ന കുറ്റമായിരിക്കും ചെയ്തത്. പക്ഷെ തോമസ് എ കെംപിസ് പറയുക, അയ്യോ, ദൈവകൃപ എന്നെ തേടി വന്നില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഞാനായിരുന്നേനെ. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിയുന്നത് വീണ്ടും ജനിക്കുമ്പോഴാണ്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, അതിക്രമങ്ങൾ. അടുത്തത് പൗലോസ് അവിടെ ഉപയോഗിക്കുന്ന ഒരു പദം പാപങ്ങൾ. പാപം എന്ന് പറഞ്ഞാൽ വേദപുസ്തകം ഹമാറ്റിയ, ആ ഗ്രീക്ക് പദമൊന്നും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ അതിന്റെ ബേസിക് മീനിങ് എന്ന് പറയുന്നത് മിസ്സിംഗ് ദ മാർക്ക്, മിസ്സിംഗ് ദ ഗോഡ്, അല്ലെങ്കിൽ മിസ്സിംഗ് എ നോൺ സ്റ്റാൻഡേർഡ്. ദൈവം വെച്ചിരിക്കുന്ന ഒരു
ഒരു സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുവാൻ മനുഷ്യന് കഴിവില്ലാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് പാപം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ അമ്പ് തൊടുത്തു വിടുകയാണ്. ഒരു ഗോൾ ഉണ്ട്, അവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. പക്ഷെങ്കിൽ ആ ടാർഗറ്റിൽ അത് ചെല്ലുന്നില്ല, അത് മാറിയാ പോകുന്നത്. ഐ ഓൾവേസ് മിസ് ദ മാർക്ക്. മനുഷ്യൻ അവൻ എത്ര നല്ലവനാണെങ്കിലും he misses the mark. ഈ രണ്ട് കാര്യങ്ങളിലാണ് മനുഷ്യൻ മരിച്ചിരിക്കുന്നത്. ഇവിടെ പൗലോസ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, തന്നെ കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ആ മനുഷ്യനെ പോലെ ഭക്തനായി ജീവിച്ച അല്ലെങ്കിൽ മതഭക്തിയിൽ വളർന്ന ഒരു മനുഷ്യനില്ല. ആ മനുഷ്യൻ തന്നെ കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ താൻ പറയുന്നത് നാം എല്ലാവരും എന്നാ പറയുന്നു, ഇൻക്ലൂഡിങ് പോൾ. നാം എല്ലാവരും. അപ്പോൾ ഈ നല്ല ഇടയൻ നമ്മളെ തേടി വരുന്നതിന് മുൻപേ, ഈ നല്ല ഇടയൻ നമ്മെ തേടി വരുന്നതിന് മുൻപേ എല്ലാ മനുഷ്യരും we were all dead in our trespasses and sins. എല്ലാവരും നമ്മുടെ, അതായത് ക്രിസ്തുവിന്റെ മഹാത്മ്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു നമ്മൾ. ക്രിസ്തുവിന്റെ മനോഹാരിത അപ്രീഷിയേറ്റ് ചെയ്യുവാൻ കഴിയാതെ സഭയിൽ കൂടി നടക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, just stop and examine yourselves. ക്രിസ്തു ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനാണോ നമുക്ക്? Do we love him? Do we desire him? Do we desire God more than anything in life? മറ്റെന്തിനേക്കാൾ ഉപരി ദൈവത്തെ കാംക്ഷിക്കുന്നുണ്ടോ? ദൈവത്തെ കാംക്ഷിക്കുന്ന അനുഭവം നമുക്കില്ലെങ്കിൽ, കാരണം രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യന്റെ പ്രശ്നമാണ്. ചിലപ്പോഴേ വാട്ട് എ വണ്ടർഫുൾ സേവിയർ ഈസ് ജീസസ് മൈ ലോർഡ് എന്ന് പറയുമ്പോൾ ചിലരെ കണ്ണിക്കൂടെ കണ്ണുനീര് വരുന്നത് കാണാം, ചിലർ കൈ ഉയർത്തുന്നത് കാണാം, ചിലർ കൈ അടിക്കുന്നത് കാണാം. അതൊക്കെ ചെയ്തോട്ടെ. അപ്പൊ ചിലര് ചിന്തിക്കുന്നതെന്നറിയോ, ഇതിനകത്ത് ഈ പറയാൻ എന്താ ഉള്ളത്? വാട്ട് എ വണ്ടർഫുൾ, what a wonderful savior is Jesus my Lord എന്ന് പറയുമ്പോൾ yes he is എന്നുള്ളിന്റെ ഉള്ളിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ വീണ്ടും ജനിച്ചിട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം വീണ്ടും ജനിക്കാത്ത ഒരു മനുഷ്യൻ അവൻ ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്നവനാണെന്ന് ആ വേദപുസ്തകം പഠിപ്പിക്കുന്നു. എനിക്ക് ഒത്തിരി വേദഭാഗം തരാനുണ്ട്, പക്ഷെ എന്റെ സമയം തീരുന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞങ്ങളുടെ സമയം എളുപ്പം അങ്ങ് പോകും, നിങ്ങൾക്ക് സമയം അങ്ങോട്ട് തീരത്തുമില്ല. അതാ ഈ പ്രശ്നം, ഈ പ്രസംഗത്തിൽ വരുന്ന ഒരു പ്രശ്നം അതാ. എനിവേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സമയം തീർന്നു, നിങ്ങൾ എപ്പോ തീരുമെന്ന് നോക്കി ഇരിക്കുമായിരിക്കും. എനിവേ, ഞാൻ കൃത്യസമയത്ത് തന്നെ നിർത്തിക്കോളാം, വിഷമിക്കണ്ട. നമ്മള് അതിന്റെ എഫേസ്യ ലേഖനം തന്നെ, കാരണം എനിക്ക് വാക്യങ്ങളെല്ലാം തന്ന് പറഞ്ഞു പോയാൽ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് എല്ലാം പറയാത്തത്. ഇത് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ എഗെയിൻ വീണ്ടും ജനിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ചുള്ള, ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു പ്രത്യേക കാര്യം നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവര്. അവർക്ക് ദൈവത്തിന്റെ ജീവനില്ല. There is no crying inside Abba Father. അബ്ബാ ഫാദർ എന്ന് വിളിക്കുന്ന, അബ്ബാ പിതാവേ
എന്ന് വിളിക്കുന്ന ആ ക്രൈ ഒന്നും ഉള്ളിലില്ല. അതില്ലാത്ത ഒരാള് അവൻ സഭയിലെ അംഗമാണെങ്കിലും അവൻ വീട്ടിൽ ജനിച്ച ആളല്ല. ഇറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അവിടെ ഒരു ഗ്രേ ഏരിയ ഇല്ല പ്രിയപ്പെട്ടവരെ. ഇറ്റ് ഈസ് plain black and white. If there is no longing after God, if you don't treasure God more than anything else in life, you are not born again. You are not born again. I am not born again if I don't have that desire deep inside. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഉള്ള ഭക്തന്മാര് പോലും പഴയ നിയമ വേദഭാഗങ്ങളിൽ തന്നെ നമ്മൾ വായിക്കുന്നത്, കർത്താവേ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ ദൈവമേ ഉള്ളെന്നൊക്കെ നമ്മൾ പറയും, സ്വർഗത്തിൽ കർത്താവുണ്ടെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാൻ കഴിയുന്നതാണ് വീണ്ടും ജനിച്ച അനുഭവം. അതുകൊണ്ടാ മറ്റൊരു സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കും, ദൈവമേ എന്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ ആഗ്രഹിക്കും. അവിടെ ദൈവിക അക്ഷരീകം, ഒരു ഇസ്രായേലിന്റെ വാക്കുകളാണ്, ദൈവികമാകുന്ന ദൈവത്തിന്റെ അക്ഷരീക സാന്നിധ്യത്തിൽ നിന്ന് അവൻ അകപ്പെട്ടു. അപ്പൊ ജാതികൾ അവനോട് ചോദിക്കുന്നത്, നിന്റെ ദൈവം എവിടെ എന്ന് ജാതികൾ എന്നോട് ചോദിക്കുമ്പോ, ദൈവമേ എന്റെ കണ്ണുനീർ എനിക്ക് രാവും പകലും. എന്നിട്ടും അവനൊരു കാര്യം അറിയാം, കർത്താവേ നിന്റെ നീർച്ചാട്ടങ്ങളാ എന്റെ മീതെ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം, പഴയ നിയമകാലത്ത് പോലും ജീവിച്ചിരുന്ന ഒരു ഭക്തൻ പറയുന്നത്, കർത്താവേ നിന്റെ നീർച്ചാട്ടങ്ങൾ എന്റെ മീതെ കടന്നു പോകുന്നു. എങ്കിലും മിസാർ മലയിലും ഹെർമോൻ താഴ്വരയിലും ഞാൻ നിന്നെയാണ് ഓർക്കുന്നത്. ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ? കൊറോണ ഒന്ന് മാറിക്കിട്ടണം. മാറിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇതിനേക്കാളുപരി കർത്താവെ COVID-19 ബാധ മാറുന്നതിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻറ്റ്, ഐ ഡിസയർ യു. എനിക്ക് അങ്ങാണ് വേണ്ടത്, അങ്ങേ ഞാൻ ആഗ്രഹിക്കുന്നു. ആർ വി അലൈവ് ടു ദ ബ്യൂട്ടി ഓഫ് ജീസസ്? യേശുവിന്റെ മനോഹാരിതയിലേക്ക് ഉള്ള ഒരു ജീവൻ നമ്മിലുണ്ടോ? ഇല്ലെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും നമ്മൾ മരിച്ചിരിക്കുക. 2, അടുത്തത്, അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിയോളജിക്കൽ ടേമിൽ പറയുന്ന 3 കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഫ്ലഷ്, ഡെവിൾ, അല്ലെങ്കിൽ വേൾഡ്, ഫ്ലഷ് ആൻഡ് ഡെവിൾ. ലോകവും ജഡവും പിശാചും, ആ 3 കാര്യവും അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്തിനായിരുന്നു നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത്? 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അത് പറയുന്നത് ദ ഫ്ലഷ്, ദ വേൾഡ് ആൻഡ് ദ ഡെവിൾ. ലോകം, ജഡം, പിശാച്, ഈ 3 കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ ഓർഡർ തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഞാൻ പറഞ്ഞെന്ന് എനിക്കറിയാം. എങ്കിലും ഈ 3 കാര്യങ്ങളുടെ ഒരു അടിമത്വത്തിൽ മനുഷ്യനായിരുന്നെന്നാണ്. ഡ്രിഫ്റ്റിംഗ് അലോങ്, ലോകത്തിന്റെ കാലഗതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ലോകത്തിൻ്റെതായ ചിന്തയിലാണ് നമ്മളായിരുന്നത്. ലോകത്തിന്റെ ചിന്ത എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ? ലോകത്തിന്റെ ചിന്തയും ലോകത്തിന്റെ സ്റ്റാൻഡേർഡും എന്താ? നമ്മളാരും ചിന്തിക്കരുത്. ലോകത്തിന്റെ ചിന്തയും ലോകത്തിന്റെ സ്റ്റാൻഡേർഡും എന്ന് പറയുമ്പോൾ ഒരു കള്ളു കുടിക്കുകയും ഒരു സിനിമാ തിയേറ്ററിൽ പോകുന്നു, അത് കണ്ടോണ്ടാ പലരും ഇന്ന് ചിന്തിക്കുന്നത് ഞാൻ അവനേക്കാളും മെച്ചമാണെന്നുള്ള ഒരു ചിന്തയാണ് പല ബന്ധുക്കോസുകാർക്കും ഇന്നുള്ളത്. നോ, ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താ? ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിട്ട് പറയാം. ലോകത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ്, എനിക്ക് ആരെങ്കിലും ഗുണം ചെയ്താൽ ഞാൻ തിരിച്ചു ഗുണം ചെയ്യും. അത് മോഷ്ടിക്കാൻ പോകുന്ന 2 കള്ളന്മാരാണേലും അവര് തമ്മിൽ ഒക്കും, കാരണം അവര് തമ്മിൽ സ്നേഹിതന്മാരാണ്. ഗുണം ചെയ്താൽ ഗുണം ചെയ്യും. ആരെങ്കിലും ദോഷം ചെയ്താലോ ചിലപ്പോ തിരിച്ച് ദോഷം ചെയ്തെന്ന് വരും. അല്ലെങ്കിൽ ഉള്ളിലെങ്കിലും അത് ഒരു പക ഉള്ളിൽ ഉണ്ടായെന്നിരിക്കും. അതാ ലോകത്തിന്റെ കാലഗതി. എന്നാൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താ? മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഒരു ഡിസ്ക്രിപ്ഷനാ.
ട്രൂ ഡിസൈപ്പിൾ ആരെന്നുള്ളത്. അത് 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 ചെയ്ത് നമ്മൾ ഡിസൈപ്പിൾ ആകുമെന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, ഡിസ്ക്രിപ്ഷനാ, എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാ. അപ്പൊ നമ്മൾ ആരും ചിന്തിക്കരുത് ഈ ലോകത്തിന്റെ ഒഴുക്കിലായിരുന്നു ഒരു സ്ട്രീം, ഡൗൺ സ്ട്രീം നമ്മൾ പൊക്കോണ്ടിരിക്കുക. ഈ ഡൗൺ സ്ട്രീമിൽ പോകാൻ ഏത് ചത്ത മത്സ്യത്തിനും പറ്റും, അത് പൊക്കോണ്ടിരിക്കുക. എന്നാൽ ഇറ്റ് ടേക്സ് എ ലിവിങ് ഫിഷ് ടു ഗോ അഗൈൻസ്റ്റ് ദ കറന്റ്. ഒഴുക്കിനെതിരെ നീന്താൻ കഴിയുന്നത് ജീവനുള്ള ഒരു മത്സ്യത്തിന് മാത്രമേ പറ്റൂ. ഇവിടെ നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ലോകത്തിന്റെ ഒഴുക്കിൽ, ലോകത്തിന്റെ നീതിബോധത്തിൽ, ലോകത്തിൻ്റെതാകുന്ന ആ ചട്ടക്കൂടിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നോട് ദോഷം ചെയ്യുന്നതിനോട് എനിക്ക് പകയാ. എന്നോട് ഈവിളായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയേണ്ട ഒരു വലിയ ടെംപ്റ്റേഷൻ ആയിരുന്നു. അങ്ങനെ ആയിരുന്നു ഒരിക്കൽ. But has it changed? At least a bit. അല്പകാലം വ്യത്യാസം വന്നിട്ടുണ്ടോ ഉള്ളിന്റെ ഉള്ളിൽ? അത് വളരെ പ്രയാസമാണ്. നമ്മൾ പലരും പാപത്തെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ആക്ഷനുമായിട്ടാണ്. എന്നാ വേദപുസ്തകം അങ്ങനെ അല്ല കണക്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പെട്ടെന്ന് എന്റെ സമയം പെട്ടെന്ന് റൺ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരട്ടെ. എന്നിട്ട് പറയുകയാണ്, ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച്. അപ്പൊ അവനെ അനുസരിച്ച് ഞാൻ നടക്കുന്ന, അതുകൊണ്ടാണ് പൗലോസ് തന്റെ സാക്ഷ്യം പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയില് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ കണ്ണു തുറക്കേണ്ടതിനും പിശാചിന്റെ അടിമത്വത്തിൽ നിന്നും അവരെ തിരിക്കേണ്ടതിനും ഞാൻ നിന്നെ അവരുടെ അടുക്കൽ എന്നാ പറയുന്നത്. ദൈവം പോളിനെ കമ്മീഷൻ ചെയ്യുമ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ അവരുടെ കണ്ണു തുറക്കാനും പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് അവരെ രക്ഷിപ്പാനും ദൈവത്തിന്, അപ്പൊ അവരെ ടേൺ അറൗണ്ട് ചെയ്യാനായിട്ട് ഗോസ്പൽ, ഓൺലി ഗോസ്പൽ ക്യാൻ ഡു ദാറ്റ്. ഓൺലി ഗോസ്പൽ ക്യാൻ ഡു ദാറ്റ്. സുവിശേഷത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നത്. അതുകൊണ്ടാണ് ആ ശക്തിയെ കുറിച്ച് പൗലോസ് പറയുമ്പോഴാണ് 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം, ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന്, അത് സൃഷ്ടിയാണ്, അത് സൃഷ്ടിയെ കുറിച്ചാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം ഒരു റീക്രിയേഷൻ നടത്തി. എന്നിൽ, അപ്പോൾ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക, ഞങ്ങളിൽ ഒരു റീക്രിയേഷൻ നടത്തി. ആദിയിൽ സൃഷ്ടിച്ചതുപോലെ ഒരു പുനഃസൃഷ്ടി ചെയ്തപ്പോൾ അവിടെയും ദൈവം പറഞ്ഞത് ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്നാണ്. വെളിച്ചം ഉണ്ടാകട്ടെ. എന്താണ് ആ വെളിച്ചം? യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ളതാകുന്ന ദൈവ തേജസ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിളങ്ങിക്കേണ്ടതിന് ദൈവത്തിന് കരുണ തോന്നി. എന്നിട്ട് പറയുകയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി, ഏത് അത്യന്ത ശക്തി? ദൈവം തന്റെ വാക്കിനാൽ ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറഞ്ഞു, ക്രിയേഷനിൽ പറഞ്ഞതുപോലെ അത് തന്നെ ഞങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞു. ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് സ്വന്തമല്ല എന്ന് വരേണ്ടതിന് വി ആർ ഓൺലി, ഞങ്ങൾ റിസീവ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ അത്ര അത്യന്ത ശക്തിയാണ് ഗോസ്പൽ. അതാണ് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നത്. അതുകൊണ്ട് പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്തു? അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചാണ്. എന്നിട്ട് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഒരിക്കൽ ഞാനത് പെട്ടെന്ന് പൗലോസ് പറയുകയാണ്, നമ്മളെല്ലാവരും ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട്. നമ്മൾ ചിന്തിക്കും, ഞാൻ പൊട്ടു തൊട്ടില്ല, അല്ലെ ഞാൻ ഇന്നത് ചെയ്തിട്ടില്ല, അപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല. നോ, ഞാനതാ പറഞ്ഞത്, ആക്ഷൻ അല്ല. ഒരിക്കൽ ഒരു പ്രായമുള്ള അച്ചായൻ, അത് 10-13 വർഷങ്ങൾക്ക് മുൻപാണ്, ഒരിക്കൽ അവരുടെ ഭവനം ഞാൻ സന്ദർശിച്ചു. അന്ന് അദ്ദേഹം റിട്ടയർഡ്, അന്ന് ഹി ഈസ് മോർ ദാൻ 75 years old. അവരുടെ മക്കൾ അന്ന് എന്നെക്കാളും പ്രായമുള്ള ആൾക്കാർ. അപ്പൊ ഒരിക്കൽ അവരുടെ വീട് സന്ദർശിച്ചപ്പോൾ അവിടെ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ എല്ലാ ദിവസവും എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഇയ്യോബ് പ്രാർത്ഥിച്ചതുപോലെ എന്റെ മക്കൾ പാപം ചെയ്ത് നിന്നോട് ഉള്ളിൽ അവര് ദൈവത്തെ ത്യജിച്ചു കളയല്
എന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഞാൻ കണ്ടു. ഉടനെ ആന്റിക്ക് അത്രയോ അത് മനസ്സിലായിരുന്നു. ഫസ്റ്റ് ഈ അച്ഛൻ എന്നായി പറയുന്നത്, മക്കള് പാപം ചെയ്യുന്നു? അവരൊന്നും അങ്ങനെ പാപമൊന്നും ചെയ്തിട്ടില്ല. അവര് ചെറുപ്പം മുതലേ പിന്നെ സൺഡേ സ്കൂളിലും പോയി അങ്ങനെ വളർന്നു വന്നത്. പുള്ളിക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തെറ്റായ വഴികളിലൊന്നും പോയിട്ടില്ല, അവർ അനുസരണക്കേടൊന്നും ചെയ്തിട്ടില്ല, അവർ സിനിമാ തിയേറ്ററിൽ പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവരെന്താ പാപം ചെയ്തിട്ടില്ല? ഇനിയിപ്പോ അവരെന്താ പാപം ചെയ്യാൻ? നോ. ഇവിടെ നമ്മൾ വായിക്കുന്നത് നാം എല്ലാവരും എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത്? എന്തുകൊണ്ടാ പാപം അങ്ങനെ എല്ലാരിലും ബാധിച്ചിരിക്കുന്നു പറയുന്നത്? നമ്മൾ എല്ലാവരും ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും വികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു നമ്മളും. നമ്മുടെ ഡെസ്റ്റിനി എന്തായിരുന്നു? കോപം. അതെന്താ? ദൈവകോപം. എന്തുകൊണ്ടാ? ആക്ഷൻ ചെയ്തിട്ടില്ലാകാം, പക്ഷെങ്കിൽ സൺഡേ സ്കൂള് പഠിച്ചിട്ടുണ്ടാകാം, പക്ഷെ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ കോപത്തിന്റെ മക്കളാ. ഈ ഉയർപ്പ് നമ്മിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ നാം കോപത്തിന്റെ മക്കളാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണത്? ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. റോമാലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ, അത് ശ്രദ്ധിച്ചോണം, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല, പാപത്തെ ഡിഫൈൻ ചെയ്തിട്ടില്ല അതുവരെ. ആകട്ടെ, എന്നിട്ട് അടുത്ത വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും, ശ്രദ്ധിക്കണം, പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ. എന്താണ് അതിന്റെ അർത്ഥം? പാപം ചെയ്യാത്തവരിലും. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. പാപം ചെയ്യാത്തവരെന്ന് പറഞ്ഞാൽ പാപമെന്നുള്ളത് ആക്ഷൻ മാത്രമല്ലെന്ന് സാരം. The sin was not expressed in deeds, in works. പാപത്തിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തികൾ തെളിവായി വരുന്നു എന്ന് പോൾ പറയുന്നുണ്ടല്ലോ, ഇന്നതൊക്കെയാ. അപ്പൊ അത് ആക്ച്വലി അത് പാപം തന്നെ, പക്ഷെങ്കിൽ അത് കേവലം പ്രവൃത്തി തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ആ ആത്മാവിന്റെ ഫലവും ഇന്നതാ. അതും ആത്മാവ് ഡീപ്പ് ഇൻസൈഡ്, ആത്മാവിന്റെ ഫലം എന്നതാന്ന് പറയുമ്പോൾ ഫലത്തെ കുറിച്ച് പറയുക. അതുപോലെ ജഡത്തിന്റെ പ്രവൃത്തി തെളിവായി വരുന്നു. ഇറ്റ് ഈസ് എവിഡന്റ് എന്ന് പറയുമ്പോൾ പ്രവൃത്തിയാണത്. പക്ഷെ ജഡം എന്ന് പറയുന്ന അതല്ല, ഇറ്റ് ഈസ് ഡീപ്പ് ഇൻസൈഡ്. അതുകൊണ്ടാണ് പാപം ചെയ്യാത്തവരിലും മരണം എന്തിനു വന്നു? ആക്ഷൻ ചെയ്തില്ലായിരിക്കാം, ന്യായപ്രമാണം വരുന്നതിനും. കാരണം ബൈ നേച്ചർ വി വേർ ഇൻ ആഡം. നമ്മൾ ആദാമിലുണ്ടായിരുന്നു, ആദാമിൽ നമ്മൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആക്ഷൻ വന്നില്ലെങ്കിലും പ്രകൃതിയാ നമ്മൾ എന്തായിരുന്നു? കോപത്തിന്റെ മക്കൾ. പ്രകൃതിയാ, ഡെസ്റ്റിനി, നമ്മുടെ ഡെസ്റ്റിനി ദൈവകോപം മാത്രമായി. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പദപ്രയോഗത്തില് ദൈവം നമ്മെ രക്ഷിച്ചതിന്റെ മനോഹാരിത നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. കരുണാസമ്പന്നനാകുന്ന ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ഉയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുക. എന്നാൽ ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട്. കർത്താവിനെ ഓർക്കുമ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടാകാറുണ്ട്. മറ്റെന്തിനേക്കാൾ ഉപരി ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ അൾട്ടിമേറ്റ്ലി കർത്താവിനോടാണോ സ്നേഹം, അതോ കർത്താവിൽ കൂടെ ലഭിക്കുന്ന എന്തെങ്കിലുമാണോ, കർത്താവ് മുഖാന്തരം കിട്ടുന്ന എന്തെങ്കിലും ആണോ നമ്മുടെ ലക്ഷ്യം? അല്ലെങ്കിൽ
ആ സഭയുടെ ഒരു 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 സെക്യൂർ, ആ ഒരു 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 സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ നമ്മൾ ആയിരിക്കുന്നു എന്നുള്ളതാണോ നമ്മുടെ ആശ്വാസം? ഡു വി ലവ് ഗോഡ്? ഡു വി ഡിസയർ ഗോഡ് മോർ ദാൻ എനിത്തിങ്? ആ ഒരു കാര്യം ഉള്ളിന്റെ ഉള്ളിലുണ്ടോ? ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, കർത്താവേ അവിടുത്തെ കൃപ എത്ര വലുതാ. അതുകൊണ്ട് ആ പഴയ ഭക്തന്മാർ പാടിയത്, എന്റെ പ്രാണനായകൻ എനിക്കു ചെയ്ത കൃപ മനോഹരമേ, ദൈവകൃപ മനോഹരമേ. അതുകൊണ്ടാണ് രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യമെന്നാ പറയുന്നത്. ആശ്ചര്യമാണ്. ഓ ഹൗ wonderful it is that God had mercy on me, he saved me. നമ്മുടെ അകത്തെ കണ്ണ് ഒന്ന് പ്രകാശിച്ചിട്ട് ഇതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാൻ, ഇത് മനസ്സിലാക്കുമ്പോൾ ലൈഫ് ബിക്കംസ് വർഷിപ്പ്. നമ്മൾ പിന്നെ പ്രവൃത്തി വർക്ക് ഓറിയന്റഡ് ആയിരിക്കുകയല്ല. അതിനേക്കാൾ ഉപരി വർക്ക് എന്നുള്ളത് ഇറ്റ് ഈസ് ജസ്റ്റ് നമ്മിൽ അതാണ് പോള് പറയുന്നത്, അത് മുന്നൊരുക്കിയേക്കുന്നതാണ്. അത് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ എക്സ്പ്രഷൻ, നത്തിങ് മോർ ദാൻ ദാറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണോ ചോദിച്ചാൽ അത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇറ്റ് കൺസേൺസ് അവർ ടെസ്റ്റിമണി. എന്നാൽ മോർ ദാൻ ദാറ്റ്, ഡീപ്പ് ഇൻസൈഡ് ആ ഒരു സ്നേഹം നമ്മിലുണ്ട്. നമ്മുടെ രക്ഷയെ നമുക്ക് അതിനെ ആനന്ദത്തോടെ കാണുവാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ.